നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഇനി സന്തോഷം ആർക്കെങ്കിലും കുറവോട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല മനസ്സ് എപ്പോഴും നല്ല ധൈര്യത്തോടു കൂടി നല്ല പവർഫുൾ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ കിടന്നോട്ടെ, നമുക്ക് അതെല്ലാം തരണം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ മറികടക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ അതിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ ജീവിതം എന്താ പറയുക, ജീവിതം മടുത്തു, ജീവിതം എനിക്കില്ല, ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ വിഷമിച്ചിരിക്കാതെ ധൈര്യമായിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എങ്കിൽ മാത്രമേ ഈ യൂണിവേഴ്സ് തരുന്ന നന്മയൊക്കെ നമുക്ക് സ്വീകരിക്കാനും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാനും മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കണം. ഈ വീഡിയോ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സ് ഇതൊക്കെ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ. ഇതൊക്കെ കേൾക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകും. നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കയറിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ നല്ല ഹാപ്പിയാണ്, നിങ്ങൾ എനർജറ്റിക് ആണ്, നിങ്ങൾ ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ ഇപ്പം തന്നെ ഐ ആം ഹാപ്പി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളിന്ന് പറയുന്നത് നിങ്ങളുടെ ഏതൊരാഗ്രഹവും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ എന്തോ ഒരു ആധാരം, ഒരു സ്ഥലം വിൽപ്പനയായിട്ട് ആധാരം എഴുതാൻ പറ്റുന്നില്ല. അവർ എതിർ പാർട്ടി അല്ലെങ്കിൽ ഇത് വാങ്ങുന്നയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നു അവർക്ക്, അതുകൊണ്ട് ഇങ്ങനെ മാറ്റി ദിവസങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമാണ്, ഇങ്ങനെയാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി നടക്കുമെന്ന് ഉറപ്പുണ്ട്, പക്ഷെ അതിന് എന്തൊക്കെയോ തടസ്സങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു, അതിനൊക്കെ എന്തൊക്കെയോ തടസ്സങ്ങൾ വന്ന് എനിക്ക് നേടാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അത് നേടിയെടുക്കാൻ, ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം. ഉറപ്പായിട്ടും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും. അത്രയ്ക്ക് ഞാൻ എന്താ പറയുക, അത്രയ്ക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. അതാണ് 55x5 മെത്തേഡ്. അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹം മുൻപിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹമില്ലേ, ചിലപ്പോൾ ഒരു ജോലി കിട്ടണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കണമെന്നായിരിക്കാം. അങ്ങനെ പല പല ആഗ്രഹങ്ങൾ, പലർക്കും പല പല ആഗ്രഹങ്ങളാണ് അല്ലേ. അപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം മുൻപിൽ കണ്ടുകൊണ്ട് അത് നമ്മൾ എഴുതി നേടാൻ വേണ്ടി പോവുകയാണ്. അതായത് നിങ്ങൾ ഒരു 5 ദിവസമാണ് നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടത്. 55 തവണ 5 ദിവസം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, അതായത് എഴുതണം 55 തവണ ഏതൊരാഗ്രഹമാണോ നിങ്ങൾ നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞതായി യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലിയാണ്, ഇത്ര രൂപ ശമ്പളത്തിൽ ഈ ഒരു ജോലിയാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, ഞാനിപ്പം എക്സാമ്പിൾ പറയുകയാണ്, എനിക്ക് 50,000 രൂപ ശമ്പളത്തോടു കൂടി ഇന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി കിട്ടിയതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് അങ്ങനെ വേണം എഴുതാനായിട്ട്. അതായത് നമ്മൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതായിട്ട് വേണം നമ്മൾ എഴുതുമ്പോൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുമായിട്ടുള്ള കല്യാണം നടക്കാനായിട്ടാണെങ്കിൽ ഇന്ന ആളുടെ പേര് എഴുതിയിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ കല്യാണം നടന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് വേണം എഴുതാനായിട്ട്. അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ പലതായിരിക്കും, അതനുസരിച്ച് ഈ ഒരു വാചകം മാറും എന്ന് മാത്രം. പക്ഷെ നമ്മൾ നേടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇത് നേടിക്കഴിഞ്ഞതായിട്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് 55 തവണ ഒരു വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 5 ദിവസം നമുക്ക് തുടർച്ചയായിട്ട് എഴുതണ്ടേ. അപ്പം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. നമ്മളുടെ ഈ ഒരു എഴുതിയത് നമുക്ക് കാണുമ്പോൾ കൂടുതൽ നമ്മളുടെ മനസ്സിന് വിശ്വാസമാകും, നമുക്കിത് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുമെന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉപബോധ മനസ്സ് പിന്നീട് ഇതിനു വേണ്ടി
പ്രവർത്തിക്കുകയും നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങളും ആളുകളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് തനിയെ യൂണിവേഴ്സ് കൊണ്ടുതരികയും നമ്മൾക്ക് ഈ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ടും സാധിക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഉറപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതി നേടണം കേട്ടോ. നമുക്കൊരു എന്താ പറയുക, ഒരു കൂടിപ്പോയാൽ ഒരു മണിക്കൂർ 55 തവണ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരും ഇത് എഴുതാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമല്ലേ നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാകും അല്ലേ. നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ, നിങ്ങൾക്ക് ഇത് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു എനർജി, ഇതൊക്കെ കൂടി വേണം കേട്ടോ. അതുപോലെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വേണം ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 55 തവണ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിക്കഴിഞ്ഞതായിട്ട് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. ഇത് ഏറ്റവും നല്ലൊരു സമയം, ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ. നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മനസ്സ് നല്ല ശാന്തമായി നമ്മൾ നല്ല റിലാക്സ് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ബുക്കും പേനയും എടുക്കുക. 55 തവണ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മനസ്സിൽ നമുക്കൊരു സിനിമ പോലെ, അല്ലെങ്കിൽ നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. നിങ്ങളത് നേടിക്കഴിഞ്ഞതായിട്ട് നമ്മളൊരു സിനിമ കാണുന്ന പോലെ നമ്മളത് ആ കാറ് വാങ്ങുന്നു, നമ്മൾ കീ വാങ്ങുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നു, ആ വാങ്ങുന്ന പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ചുറ്റും നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ നിൽക്കുന്നു, നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹമാണേലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായിട്ട് ആ ഒരു ഫീലോട് കൂടി നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആകുമോ ആ ഹാപ്പിനെസ് അനുഭവിച്ചുകൊണ്ട് ഒരു തരി പോലും നമുക്ക് എന്താ പറയുക സംശയമില്ലാതെ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ 55 തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. 5 ദിവസം ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പോലും വിട്ടുപോകല്ലേ കേട്ടോ. 5 ദിവസം നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട്, നല്ല റിലാക്സ് ആയിരുന്നുകൊണ്ട്, നല്ല ഹാപ്പി ആയിട്ട് നമ്മളുടെ ടെൻഷനും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആഗ്രഹം ഉടനെ നേടിയെടുക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ പുറത്തുള്ള ആളുകളോടൊന്നും ഈ ടെക്നിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ, അല്ലെങ്കിൽ അത് എഴുതാൻ പോവുക എന്നൊന്നും നിങ്ങൾ പറയേണ്ട. നിങ്ങളും യൂണിവേഴ്സും തമ്മിലുള്ള കാര്യമാണിത്. അപ്പോൾ നിങ്ങളൊരു സീക്രട്ടായിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒരു സുഹൃത്ത്, വിശ്വാസമായിട്ടുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തില്ലേ, നിങ്ങളെ ചതിക്കുകയല്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു സുഹൃത്ത് കാണുമല്ലോ എന്ന് പറയുന്ന പോലെ, ആ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ഒരു മടുപ്പില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് എഴുതുക. 55 തവണ എഴുതണം കേട്ടോ. 55 തവണ 5 ദിവസം കൃത്യമായിട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ തരുന്ന ഉറപ്പാണിത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ സത്യസന്ധമായിട്ട് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, എൻ്റെ ഭർത്താവിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പം, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ജോലി സ്ഥാപനത്തിൽ ശമ്പളം കൂട്ടാതിരുന്ന സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി, എൻ്റെ ഹസ്ബൻഡ് ഓരോരുത്തർക്കും താല്പര്യമുള്ള ജോലികൾ കാണുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ജോലി കിട്ടാനാണ് എനിക്ക് ആഗ്രഹം, അതിൽ കൂടുതൽ ശമ്പളമുണ്ട്, പക്ഷെ അതെങ്ങനെ, എനിക്കതിനുള്ള മാർഗം തെളിഞ്ഞു വരുന്നില്ല, ഇങ്ങനെ പരാതി പറഞ്ഞ സമയത്ത് ഞാൻ ഉടനെ ഈ ടെക്നിക്ക് ചെയ്തു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാനാണ് ചെയ്തത്. എന്നിട്ട് പോലും ആ ഒരു ജോലിയിലേക്ക് നമുക്ക് കയറാൻ പറ്റി. ഇപ്പം അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സ്തുതി, ഭയങ്കര ഹാപ്പി ആയിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ ഏതൊരു പ്രതിസന്ധിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മളുടെ മനസ്സിൻ്റെ ശക്തി, മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഓരോരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. നമ്മളിങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒക്കെ കൂടെയുള്ളവരോടും, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ മനസ്സിലേക്ക് കൂടുതൽ മുറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഈ പരാതി പറച്ചിലും പരിഭവം പറച്ചിലും ഒക്കെ മാറ്റിവെച്ച്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് കാര്യം, നിങ്ങൾ ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിവെച്ച് പരാതി പറച്ചിലൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്ത എന്താണ്, നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോ എൻ്റെ കണ്ടവർക്കറിയാം. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾക്ക് എന്താണ് ലക്ഷ്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ. എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കണ്ടവർക്ക് ഉറപ്പായിട്ടും അവരുടെ ലക്ഷ്യം എന്താണ്, അവർക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്നതിനെ പറ്റി, അവർ ഒരു 5 വർഷത്തിനുള്ളിൽ എന്തൊക്കെയാണ് അവർക്ക് നേടിയെടുക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്, ഞാൻ എന്ത് ജോലി ചെയ്യണം, എത്ര സമയം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിൽ എത്രമാത്രം എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം,
അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ പലതാണല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് ഉറപ്പായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇനി തൊട്ട് നമ്മൾ ഓരോരോ ടെക്നിക്ക് ഉപയോഗിച്ച് ഈ ക്ലാരിഫിക്കേഷൻ നമുക്ക് വന്നല്ലേ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുക്കണം, എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഞാൻ എന്ത് ജോലിക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്, ഞാൻ എന്തൊക്കെ ജോലി ചെയ്യണം, ഞാൻ എത്ര നേരം വർക്ക് ചെയ്താൽ എൻ്റെ ആഗ്രഹത്തിലേക്ക് എനിക്ക് നേടിയെടുക്കണമെങ്കിൽ ഞാൻ എത്ര നേരം വർക്ക് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു ധാരണ, ഒരു മൊത്തത്തിലൊരു ധാരണ നമ്മളെപ്പറ്റി ഇപ്പം നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്, നിങ്ങളെപ്പറ്റി മൊത്തത്തിലൊരു ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. ഇനി തൊട്ട് നമ്മൾ ഈ ആഗ്രഹങ്ങൾ, ഇനി നമുക്കുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നേടിയെടുക്കാനുള്ള ടെക്നിക്സ് ആണ് കേട്ടോ പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 55x5 മെത്തേഡ്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായി, എഴുതുമ്പം ഇത് നേടിക്കഴിഞ്ഞതായിട്ട് വേണം കേട്ടോ എഴുതാൻ. അല്ലെങ്കിൽ എനിക്കിത് ആഗ്രഹമുണ്ട്, എനിക്കിത് നേടണം, അങ്ങനെ എഴുതല്ല. എനിക്ക് ഈ ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് വ്യക്തമായിട്ട്, ഒരു ജോലിക്കാണെങ്കിൽ ആ ജോലി, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ഇത്ര ശമ്പളത്തിൽ എനിക്ക് 50,000 രൂപ ആണെങ്കിൽ എനിക്ക് 50,000 രൂപ ഉള്ള ശമ്പളം കിട്ടുന്ന ജോലി ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് എഴുതുക. ഇന്ന സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയതിന് നന്ദി എന്ന് വേണം എഴുതാൻ. ഏതൊരു കാര്യം അങ്ങനെ തന്നെ അത്രയ്ക്കും ക്ലാരിറ്റി ആയിട്ട് വേണം കേട്ടോ നമ്മൾ യൂണിവേഴ്സിന് ഈ ഒരു അഫർമേഷൻ കൊടുക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യം പെട്ടെന്ന് സാധിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ആ നല്ല കാര്യം എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടി പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ 5 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് 55 തവണ എഴുതുന്നു, പിന്നെ ലെറ്റ് ഇറ്റ് ഗോ, യൂണിവേഴ്സിനെ നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ആളുകൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ എന്താ പറയുക, ഒരു വഴി പോലെ, മുമ്പോട്ടുള്ള വഴി എന്താണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് പറഞ്ഞു തരും. നിങ്ങൾ പിന്നെ ആ ഒരു റൂട്ടായി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്താനും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ടെക്നിക്ക് ചെയ്ത് നോക്കുക. യാതൊരു സംശയവും വേണ്ട. ഇതിന് നടക്കുമോ എന്ന് ആലോചിച്ചിരിക്കേണ്ട. നിങ്ങളിത് ഈ ഒരു ടെക്നിക്ക് 5 ദിവസം ചെയ്തതിന് ശേഷം വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് ബാക്കി കാര്യങ്ങൾ, നിങ്ങളുടെ ഉപബോധ മനസ്സ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഈ യൂണിവേഴ്സ് തരുന്ന നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ ചിന്തിച്ച് ഇങ്ങനെ സമയം കളയാതെ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ വിഷമം കൊടുത്ത് നെഗറ്റീവ് ചിന്തിച്ച് കൂടുതൽ വിഷമങ്ങൾ സ്വീകരിക്കാതെ, യൂണിവേഴ്സ് വിചാരിക്കും ഇവർക്ക് വിഷമം ഇങ്ങനെ കേൾക്കുന്നതും പറയുന്നതും ഒക്കെയാണ് കൂടുതൽ താല്പര്യമെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ വിഷമങ്ങൾ നമുക്ക് കൊടുത്തേക്കാം എന്ന് യൂണിവേഴ്സ് വിചാരിക്കും. അതൊന്നും വേണ്ട. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ടല്ലേ. ഭയങ്കരമായിട്ട് നമുക്ക് സ്വപ്നം കാണാനുണ്ടല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണാനില്ലേ. എല്ലാ മനുഷ്യർക്കും ആഗ്രഹം എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും, അല്ലെങ്കിൽ കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാനും, വീടുണ്ടാക്കണം, കാറ് വാങ്ങണം, വണ്ടികൾ വാങ്ങണം, അല്ലെങ്കിൽ ഒരുപാട് വണ്ടി ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരുപാട് വണ്ടികൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം, അവർക്ക് നല്ല ജോലി, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നമ്മളുടെ മക്കൾ നല്ല നിലയിൽ ജീവിക്കണമെന്നുള്ളവരുണ്ടായിരിക്കും. അവർക്ക് കുറേ സമ്പാദ്യം, നമ്മൾ എന്തായാലും നമ്മളുടെ ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ മാറ്റി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്ന റൂളുകളൊക്കെ ഒന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പയ്യെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ലക്ഷ്യം വെച്ച് ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇത് സാധിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ താഴെ ഐ ആം റെഡി, ഐ ആം പോസിറ്റീവ് എന്ന് താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമൻസ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനോട്, ഉപബോധ മനസ്സിന് തന്നെ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നല്ല ഹൈ എനർജി നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. നമ്മളുടെ വൈബ്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നമ്മൾ പിന്നെ ഓരോരോ പ്രശ്നങ്ങളും അവർ ഇത് പറഞ്ഞു അത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ വൈബ്രേഷൻ ലെവൽ കുറയുകയും നമ്മുടെ എനർജി കുറയുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് ഭയങ്കര നമ്മൾ നിരാശയിലോട്ട് പോകുന്നത്. അതേസമയം നമ്മൾ ഏറ്റവും നമ്മൾ നല്ല സന്തോഷത്തോടെ, നമ്മൾ നല്ല ഹൈ എനർജിയിൽ, നല്ല വൈബ്രേഷൻ ലെവലിൽ ഇരിക്കുമ്പം നമ്മളുടെ ഉപബോധ മനസ്സിനോട് പറയുന്ന ഓരോ മെസ്സേജസും നമ്മളുടെ ഉപബോധ മനസ്സത് സ്വീകരിക്കും.
സ്വീകരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നിങ്ങൾക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് ഒന്ന് കമൻറ്റ് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ കമൻസ്, നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസും നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഐ ആം ഹാപ്പി, ഐ ആം പവർഫുൾ എന്ന് താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.